തടിച്ച ആൾക്കാരെയാണോ മെലിഞ്ഞ ആൾക്കാരെയാണോ കേരളത്തിലുള്ളവർ പങ്കാളികളാക്കാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചാലോ? ഒരു ആവറേജ് മീൻസ് ഒരുപാട് മെലിയണമെന്നില്ല, ഒരുപാട് വണ്ണം വേണമെന്നില്ല. ഒരു അത്യാവശ്യം നമുക്ക് ഈ വണ്ടിയിലൊക്കെ കയറിയിരിക്കാൻ പറ്റണം. ബൈക്കിൽ പോകുമ്പോൾ അധികം പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വണ്ണം. സപ്പോസ് തടിച്ച ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ജിമ്മിലൊക്കെ പോകാലോ. ഓക്കെ, അപ്പോൾ ആ കുട്ടി അത് പ്രിഫർ ചെയ്യുന്നില്ല, അവളുടെ ആ ഒരു ഫ്രീഡം നിങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തെടുക്കാമല്ലോ. ഓക്കെ, തടിച്ച ആൾക്കാരെ ഇഷ്ടം. ആണോ? എന്തുകൊണ്ടാണ്? എനിക്കത് ആ ഫീച്ചർ ഇഷ്ടം. ആ ഫീച്ചറാണ് ഇഷ്ടം. ഏതാണെങ്കിലും കുഴപ്പമില്ല, തടിച്ചാലും കുഴപ്പമില്ല, മെലിഞ്ഞാലും കുഴപ്പമില്ല. എല്ലാവരും ഇൻഡിവിജ്വലാണ്, എല്ലാവരും യൂണീക്കാണ്. എനിക്കതുപോലെ തന്നെ ആരാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും ആ ആളുടെ ക്യാരക്ടർ ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. ശരി, അങ്ങനെയൊന്നുമില്ല. തടിച്ച് മെലിഞ്ഞ അങ്ങനെയൊന്നുമില്ലല്ലോ, അതൊക്കെ മനുഷ്യന്മാരുടെ ഒരു ഇത്. അതിപ്പോൾ അല്ല, ചില ഇങ്ങനെ മാരേജ് റിലേഷൻഷിപ്പിൽ കേൾക്കാറുണ്ട്, പെൺകുട്ടിക്ക് വണ്ണം കൂടിപ്പോലെ, വണ്ണം കൂടുതലാണ് അതുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു. ഇപ്പോൾ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞു, ആവറേജ് ആണ് നോക്കുന്നത്, വണ്ണം കൂടിയാൽ ജിമ്മിൽ വിടുമെന്ന്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വണ്ണമുള്ള ആളായാലും പ്രശ്നമില്ല, മെലിഞ്ഞായാലും കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. എന്താണ് മാനദണ്ഡം അപ്പോൾ? തടിച്ച ഒരാളെ പ്രണയം തോന്നിയാൽ അല്ലെങ്കിൽ പ്രണയത്തിലാണെങ്കിൽ വിവാഹം കഴിക്കുമോ? അതിനിപ്പം കുഴപ്പമില്ല. ഇല്ല, അതിലിപ്പോൾ തെറ്റൊന്നുമില്ല. നമുക്ക് കൂട്ടയും കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. ലൈക്ക് അതിലങ്ങനെ അത് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോൾ അത് വിഷയമല്ല. ഇല്ല. ചില റിലേഷൻഷിപ്പിൽ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒബിയസ്ലി നിങ്ങളും കേട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. പെൺകുട്ടി ഓക്കെ, കുഴപ്പമില്ല, ഇപ്പം നിങ്ങൾ നോർമലാണ്. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞ് നേരത്തെ കാലങ്ങളിലൊക്കെ ആൾക്കാർ റിജക്ട് ചെയ്തിരുന്ന ഒരു പ്രപ്പോസൽസ് റിജക്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഓവറായിട്ടുള്ള വണ്ണം ഞാൻ ഉദ്ദേശിച്ചത്, നോർമലല്ല. അപ്പോൾ ഇപ്പോഴും നേരത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ ആവറേജ് മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ എന്ത് വെച്ചിട്ടാ കംഫർട്ട്, അത് എനിക്ക് ഈ വണ്ണം ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. അതിൽ വേറെ ആളും കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അത് എൻ്റെ കംഫർട്ട് സോണാണ്. അത് മാത്രമല്ലല്ലോ നമ്മൾ നോക്കാനുള്ളത്, വേറെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ ഏത് കിട്ടിയാലും പിന്നെ സീനില്ല. ഇല്ല. അതെന്തുകൊണ്ടാണ്? ഇഷ്ടം എന്താണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ? സ്നേഹം. അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഒരാളുടെ നേച്ചർ പോലെ അങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. നമുക്കാരും ഇഷ്ടപ്പെടണോ അത്രേ ഉള്ളൂ. നല്ല വണ്ണമുള്ള ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നും. അപ്പോൾ ഇഷ്ടം തോന്നിയാൽ വണ്ണം ഒരു മാനദണ്ഡമാവോ? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമല്ല അവിടെ നോക്കുന്നത്, അല്ലാതെ വണ്ണമല്ലല്ലോ. ഇഷ്ടമുള്ളവരെ കേട്ട വണ്ണത്തിലോ അല്ലെങ്കിൽ മെലിഞ്ഞതിലോ ഒരു വിഷയമില്ല. ഫിസിക്കൽ അപ്പിയറൻസ് നോക്കാറില്ല. മെലിഞ്ഞാൽ മതി. അത് തടിച്ച ആൾക്കാരോട് ഇഷ്ടം തോന്നില്ല? കുഴപ്പമില്ല. സപ്പോസ് ഇപ്പോൾ തടിച്ച ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിപ്പോയാൽ അതിന്റെ പേരിൽ ആ കുട്ടി വേണ്ടെന്ന് വയ്ക്കോ? ഇല്ല. പ്രണയമാണ് സ്ട്രോങ് ആണ്. അല്ല, ഓക്കെ, അതായിക്കോട്ടെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയായിരുന്നു? തടിയില്ലാത്ത വൈഫിന് തടിയുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ കിട്ടി. ശരി, ഓക്കെ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് പറ്റുന്ന രീതി. മീൻ എങ്ങനെയാണ് ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ആവറേജ്? ആവറേജ് എങ്ങനെയായാലും കുഴപ്പമില്ല. എങ്ങനെയായാലും കുഴപ്പമില്ലെന്നല്ല, എന്നാലും എനിക്ക് പറ്റിയൊരു ആളാണെങ്കിൽ, എൻ്റെ ഫിസിക്കലി പറ്റിയ ഒരാൾ വരുവാണെങ്കിൽ പ്രിഫറൻസ് ഒന്നുമില്ല. മെലിഞ്ഞായാലും തടിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ്? ചിലർക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ ആൾക്കാർക്കുണ്ടല്ലോ, മെലിഞ്ഞ കൊള്ളാം അല്ലെങ്കിൽ ആവറേജ് ആയ കൊള്ളാം. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? എനിക്കങ്ങനെ ബോഡി ഷേമിങ് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരാളുടെ ബോഡി റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. റെസ്പെക്ട് ചെയ്യും. പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. നോർമൽ സ്റ്റേജിലുള്ള ആള് ആണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ തടിയുള്ള ഒരാളോട് പ്രണയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? തോന്നില്ല. ഉറപ്പാണോ? അതോ സപ്പോസ് തോന്നിയാൽ ആ തടിയുടെ പേരിൽ അയാളെ വേണ്ടെന്ന് വയ്ക്കുമോ? തോന്നില്ല. ഓക്കെ, ശരി, താങ്ക് യു. മെലിഞ്ഞതോ അങ്ങനെ തടിച്ചതോ ഒന്നും വ്യത്യാസമില്ല. അത് അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും വ്യക്തികൾക്കാണ് പ്രാധാന്യം. അതിൻ്റെ വ്യക്തിത്വത്തിനാണ്. നല്ല വ്യക്തികളെ എല്ലാവരും ഇഷ്ടപ്പെടും. അത് തടിച്ചതോ മെലിഞ്ഞതോ നമുക്ക് വ്യത്യാസമില്ല. ഞാൻ നല്ല തടിച്ച ആളായിരുന്നു, ഇപ്പോഴും അത്യാവശ്യം തടിയുണ്ട്. കാരണം ഞങ്ങളുടെ ലൈഫ് സന്തോഷമാണ്, എൻ്റെ കുടുംബം. അത്രയാണ്.